ശാന്തമായ ഒരു ചെറിയ ഇറ്റാലിയൻ പോർട്ട് സിറ്റി. ഹായ്, ഇന്ന് ഞാനുള്ളത് ഇറ്റലിയിലെ സവോണയിലാണ്. ഷിപ്പിൽ നിന്നിറങ്ങി ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് എത്തുന്നതാണ് സവോണയുടെ ഒരു സെൻട്രൽ ഭാഗത്തേക്കാണ് എത്തുന്നത്. പോർട്ടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ടവർ കാണാം, കണ്ടോ? ഷിപ്പിൽ നിന്ന് ആദ്യമേ ഇറങ്ങിയാൽ നമ്മൾ കാണുന്നത് ഈ ഒരു ടവറാണ്. ടൊറേറ്റ എന്നാണ് ഇതിനെ ഇവിടുത്തെ ആളുകൾ വിളിക്കുന്നത്. ഈ സവോണയുടെ ഒരു ഐക്കണായിട്ടാണ് ഈ ടവർ ഇങ്ങനെ നിൽക്കുന്നത്. ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ പണിത ഒരു ടവറാണിത്. കടലിൽ നിന്നും പൈറേറ്റ്സ് ഒക്കെ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി പണിതതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റില്ല. ഒരു വാച്ച് ടവറാണിത് ശരിക്കും. ഈ ടവറിന് ചുറ്റും വലിയൊരു മതിൽ ഉണ്ടായിരുന്നു പണ്ട്. അത് ഈ യുദ്ധത്തിന്റെ സമയത്ത് അത് പൊളിഞ്ഞു പോയി. അപ്പൊ ഈ ടവർ മാത്രം ബാക്കിയായി. അതാണ് കാണുന്നത്. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊന്ന് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സിറ്റി. നമുക്ക് ബസ്സോ ഷട്ടിൽ ബസ്സോ ടാക്സിയോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഷിപ്പ് അവിടെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്, കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് നോക്കാം. ഈ സവോണയുടെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ കൊളംബസിന്റെ ജന്മനാടാണിത്. അദ്ദേഹം കുട്ടിക്കാലത്ത് ഇവിടെയാണ് താമസിച്ചെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ, നിരന്നിരിക്കുന്ന കണ്ടോ. ഞാന് കഴിഞ്ഞ ദിവസം പോയ ബാഴ്സലോണ പോലെ അത്ര റഷ് ആയിട്ടൊന്നൊരു സ്ഥലമൊന്നും അല്ല ഈ സവോണ. ഈ ഒരു ഏരിയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏകദേശം 60,000 ഇവിടത്തെ ഒരു ജനസംഖ്യ, ഒരു പോപ്പുലേഷൻ അത്ര ഉള്ളൂ. അധികം റഷ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ലത്. അടുത്ത് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഷിപ്പ് അവിടെ കിടക്കുന്നത് കാണാം. എനിക്ക് അധികം സമയമില്ല, സമയം വളരെ കുറവാണ്. ഞാനൊന്ന് ഓടി പുറത്തിറങ്ങിയതാ. ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓടി ചുറ്റി നടന്ന് കണ്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോകണം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റി നടക്കാൻ നോക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യമൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ നടക്കുന്നത്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. എന്തായാലും കണ്ടപ്പം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ നോക്കി ചുമ്മാ നേരെ നടക്കുവാണ്. കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയില്. കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പെട്ടെന്ന് അതൊരു പള്ളിയായിട്ട് തോന്നൂല. ഞാൻ ഇങ്ങനെ വഴി ജസ്റ്റ് നടന്നു വന്നപ്പോൾ കണ്ടതാണ്. കണ്ടോ, ഇതാണ് ആ പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ. ഞാൻ അകത്ത് കയറിയപ്പം പ്രയർ നടക്കുമായിരുന്നു, പ്രാർത്ഥന നടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികാരം അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തില്ല. ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. UCB കോട്ടൺസിന്റെ ഒരു സ്റ്റോർ ഉണ്ട് ഇവിടെ. സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേഴ്സൊന്നും എടുത്തില്ല. ജസ്റ്റ് ഓടി ഇറങ്ങി പോരുക. ഞങ്ങളുടെ ഷിപ്പൊന്നും ഇവിടെ ഓവർനൈറ്റാണ്, അതായത് നാളെ പോകുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞാലൊന്ന് ഇറങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടി കഴിയുമ്പം ഒരുമാതിരി ഏർലി മോർണിംഗ് ആവും. അതുകൊണ്ട് ചിലപ്പോഴേ ഞാൻ ഇറങ്ങുള്ളൂ.
ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും കുറെ ബാറുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം കാണാം കേട്ടോ. ഞാൻ നടന്നിവിടെ ഒരു സ്ക്വയറിലേക്ക് എത്തി. ഇതെന്താണ് സംഭവം എന്ന് കറക്റ്റ് അറിയില്ല. എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ ഈ കിടക്കുന്നത്. കുറെ കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ തന്നെയാണ് ഈ ഏരിയയിൽ. ഒരു ചെറിയ പോർട്ടാണ് സവോണ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത്ര ചെറുതല്ല. ഒരു 2500 വർഷം പഴക്കമുള്ളൊരു ഹിസ്റ്ററി ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. റോമൻസിന്റെ കാലഘട്ടത്തിൽ സവോ എന്നായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് സവോണയായി മാറിയതാണ്. ഈ സവോണയുടെ അടുത്തുള്ള മറ്റൊരു സ്ഥലമാണ് ജനോവ. ഈ ജനോവയിലുള്ളവർക്ക് സവോണ അത്ര വലുതാകുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവര് വന്ന് ഈ ജനോവ പോർട്ട് മണ്ണിട്ട് മൂടി. ഏകദേശം ഒരു 300 വർഷത്തോളം ഇവിടെ പോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് നെപ്പോളിയനാണ് സവോണയെ ഇത്തരത്തിലേക്ക് മാറ്റിയെടുത്തത്. പിന്നെ ഇറ്റലി ഞാൻ പിന്നീട് പൊതുവെ പറയണ്ടല്ലോ, പിസ ഉണ്ടായത് ഇവിടെയാണല്ലോ. ഇവിടെ പിസ ഉണ്ടല്ലോ, പിസ കിട്ടുന്ന ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. എനിക്ക് അധികം സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഓടിപ്പാഞ്ഞാണ് ജസ്റ്റ് ഒന്ന് കറങ്ങിയത്, ഇവിടെ കണ്ടത്. തിരിച്ച് ഞാൻ ഷിപ്പിലേക്ക് പോവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.